ഇന്ന് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് 27 ജനുവരി 2026 അല്ലേ. ഓക്കെ, അപ്പോൾ ജനുവരി 27 നോക്കാം നമുക്ക്. ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. എന്താണ് ഹെൽപ്പ് മീ റൈറ്റ് എന്ന് വെച്ചാൽ, ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളത്. ജനറേറ്റീവ് AI സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ റെജിമെന്റ് ശക്തിബാൻ റെജിമെന്റ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ റെജിമെന്റാണ് ശക്തിബാൻ റെജിമെന്റ് എന്ന് പറയുന്നത്. ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, ലോയിറ്റർ മ്യൂണിഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കരസേനയുടെ പുതിയ ആർട്ടിലറി റെജിമെന്റ് ആണിത്. അപ്പൊ എന്താ ഇത്? ശക്തിബാൻ റെജിമെന്റ് എന്ന് വെച്ചാൽ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ റെജിമെന്റ് ആണ്. ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, ലോയിറ്റർ മ്യൂണിഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കരസേനയുടെ പുതിയ ആർട്ടിലറി റെജിമെന്റ് ആണിത്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? പഞ്ചം ട്ടോ, പഞ്ചമാണ്. പഞ്ചം എന്ന് വെച്ചാൽ PANCHAM, P ഫോർ പഞ്ചായത്ത് എന്താണ് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട്. പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് കേട്ടോ. പഞ്ചം എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ്. വാട്സാപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇതുവഴി പഞ്ചായത്ത് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രാലയത്തിന് നേരിട്ട് ആശയവിനിമയം നടത്താം. വാട്സാപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇതുവഴി പഞ്ചായത്ത് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രാലയത്തിന് നേരിട്ട് ആശയവിനിമയം നടത്താം. പ്രാദേശിക ഭാഷകളിൽ തർജ്ജമക്കായുള്ള സർക്കാരിന്റെ ഭാഷിണി സൗകര്യം ഉപയോഗിക്കുന്നതിനാൽ 22 ഇന്ത്യൻ ഭാഷകളിൽ പഞ്ചം ചാറ്റ് ബോട്ട് ഉപയോഗിക്കാനാകും. അപ്പോൾ വാട്സാപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇതുവഴി പഞ്ചായത്ത് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രാലയത്തിന് നേരിട്ട് ആശയവിനിമയം നടത്താം. പ്രാദേശിക ഭാഷകളിൽ തർജ്ജമക്കായുള്ള സർക്കാരിന്റെ ഭാഷിണി സൗകര്യം ഉപയോഗിക്കുന്നതിനാൽ 22 ഇന്ത്യൻ ഭാഷകളിൽ പഞ്ചം ചാറ്റ് ബോട്ട് പ്രവർത്തിക്കാനാകും. നെക്സ്റ്റ്, കേരളത്തിൽ എവിടെയാണ് GCC അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സിറ്റി നിർമ്മിക്കുന്നത്? തിരുവനന്തപുരം, കൊച്ചി. എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ് GCC മീൻസ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സിറ്റി നിർമ്മിക്കുന്നത്? തിരുവനന്തപുരം, അതുപോലെ കൊച്ചി. ബാവോസിൽ സമാപിച്ച ലോക സാമ്പത്തിക ഫോറത്തിൽ ഇതിനായുള്ള നിക്ഷേപ താൽപര്യ പത്രത്തിൽ വ്യവസായ മന്ത്രി P രാജീവ് ഒപ്പിട്ടു. എന്താണ്? കേരളത്തിൽ എവിടെയാണ് GCC സിറ്റി നിർമ്മിക്കുന്നത്? തിരുവനന്തപുരം, അതുപോലെ കൊച്ചി. ബാവോസിൽ സമാപിച്ച ലോക സാമ്പത്തിക ഫോറത്തിൽ ഇതിനായുള്ള നിക്ഷേപ താൽപര്യ പത്രത്തിൽ വ്യവസായ മന്ത്രി P രാജീവ് ഒപ്പിട്ടു. ഓക്കെ, വ്യവസായ മന്ത്രി ആരാണ്? P രാജീവ് അല്ലെ. ഓക്കെ, ഇനി ലോകത്ത് ഏറ്റവും അധികം GCCകൾ സ്ഥാപിച്ചിട്ടുള്ള ANS 6 താൽപര്യപത്രം ഒപ്പുവെച്ചത്. ലോകത്ത് ഏറ്റവും അധികം GCCകൾ സ്ഥാപിച്ചിട്ടുള്ള ANS 6 താൽപര്യപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രം ലഭിച്ചത് ശുഭാംശു ശുക്ലക്ക്. പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രം ലഭിച്ചതാർക്കാണ്? ശുഭാംശു ശുക്ല. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയും വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമാണ് ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രം ലഭിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്ര ലഭിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്രയാണ് ലഭിച്ചത്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, പുതുച്ചേരി സ്വദേശിയായ ലഫ്റ്റനന്റ് കമാൻഡർ A രൂപ എന്നിവർക്ക് ശൗര്യ ചക്രയും ലഭിച്ചു. അപ്പൊ ദിൽനക്കും അതുപോലെ പുതുച്ചേരി ലഫ്റ്റനന്റ് കമാൻഡർ ആയിട്ടുള്ള A രൂപക്കും എന്ത് ലഭിച്ചു? ശൗര്യ ചക്ര ലഭിച്ചു. ഓക്കെ, ദിൽന ആൻഡ് രൂപ ട്ടോ.
ഇനി എന്താണ്, പുതുച്ചേരി സ്വദേശിയാണ് ആര്, രൂപ. അതുപോലെ എന്താണ്, കോഴിക്കോട് സ്വദേശിനിയാണ് എന്ത്, ഉം, ആരെന്ന് പറയുന്നത്, ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ശ്രദ്ധേയമായ കേണൽ സോഫിയ ഖുറേഷിക്ക് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. അപ്പൊ ആർക്കാണ് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചത്? കേണൽ സോഫിയ ഖുറേഷിക്ക്. ദെൻ 2026 ജനുവരിയിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കാൻ ബിൽ പാസാക്കിയ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കാൻ ബില്ല് പാസാക്കിയ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. 2026 ജനുവരിയിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2026 ജനുവരിയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയാക്കിയ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. 2026 ജനുവരിയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയാക്കിയ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ. എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ 2026 ജനുവരിയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയാക്കിയ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ ആണ്. എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്തിടെ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാർക്ക് ടള്ളി. ആരാണ് മാർക്ക് ടള്ളി? അടുത്തിടെ അന്തരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു, അതുപോലെ എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയാണ് മാർക്ക് ടള്ളി എന്ന് പറയുന്നത്. 2 പതിറ്റാണ്ട് കാലം BBC-യുടെ ഇന്ത്യ ബ്യൂറോ ചീഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ട് കാലം BBC-യുടെ ഇന്ത്യ ബ്യൂറോ ചീഫായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഭോപ്പാൽ ദുരന്തം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധം, ബംഗ്ലാദേശ് യുദ്ധം, ബാബറി മസ്ജിദ് തകർച്ച, സിഖ് വിരുദ്ധ കലാപം തുടങ്ങിയ സുപ്രധാന സംഭവങ്ങളും BBC-യിലൂടെ ലോകത്തെ അറിയിച്ചത് ആരാണ്? മാർക്ക് ടള്ളിയാണ്. 1992 രാജ്യം പത്മശ്രീയും 2005 പത്മഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. 1992 രാജ്യം പത്മശ്രീ ലഭിച്ചത് 92-ലും 2005 പത്മഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. 2002 ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രഭു പദവിയും ലഭിച്ചു. അപ്പൊ ആരാണ്? മാർക്ക് ടള്ളി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായി തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പോൾ എക്സാമും ലിഷിയുടെ ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കേട്ടതിന് ശേഷം അറ്റൻഡ് ചെയ്ത് നോക്കുക, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.